ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിച്ചതുകൊണ്ടോ മക്കളുണ്ടായതുകൊണ്ടോ ഒന്നും അത് ദൈവഹിതപ്രകാരമുള്ള ഒരു കുടുംബമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദൈവത്തിൻ്റെ വചനം കുടുംബത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടുന്നത് എങ്ങനെയാണ്? ധാരാളം ആൾക്കാർ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളികളെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്ക് സഹായകമായ ഒരു ദൈവവചനം, ആ വചനം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ അത് അവരുടെ പ്രാർത്ഥനയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചവർക്കൊക്കെ അവരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി കൊടുത്തിട്ടുമുണ്ട്. ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 7 വാക്യത്തിലാണ്. അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുമ്പോൾ തൻ്റെ ദാസനായ ഏലയാസറിനോട് പറഞ്ഞു വിടുന്ന ചില വാക്കുകളാണ്. ആ വാക്കുകൾ ഈ ഒരു കാലഘട്ടത്തിലും ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവഹിതപ്രകാരമുള്ള കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സഹായകമായ ഈ ഒരു ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. ഞാൻ ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഓരോ ദിവസവും തിരുവചന സന്ദേശങ്ങൾ ഒരുക്കുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് എന്താണ് പറയേണ്ടുന്നത്? കാരണം എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന നിലയിൽ അവർക്ക് ആത്മീക വർധനവും ദൈവത്തോട് അവർ അടുക്കാനും സഹായകരമായിട്ടുള്ള നിലയിൽ വേണമല്ലോ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊല്ലത്തു നിന്നുള്ളൊരു കുടുംബം, അവർ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, അവരുടെ വിഷയത്തിൻ്റെ അകത്ത് ചില ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ആ വചനത്തിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ദൈവിക വിടുതൽ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടായി. അതിന് നന്ദി പറയാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാനും ഒന്നുകൂടെ ഒന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനുമായിട്ടാണ് ആ കുടുംബം വിളിച്ചത്. അവര് പേരുകളൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് പറയാത്തത്, അവരുടെ വിഷയങ്ങളും പറയാത്തത്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞത്, ദൈവ വചനത്തിന് അസാധാരണമായ ശക്തിയാണുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിന് ചേർന്ന ഒരു ദൈവവചനം നമ്മൾ കണ്ടെത്തി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അത് ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും കാണും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സഹായകരമായ ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അല്പസമയങ്ങൾ അതേ ചിന്തിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ചില ചിന്തകളും ആലോചനകളും നമ്മൾക്ക് നൽകട്ടെ. ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ അകത്ത് ഒരു കുടുംബത്തിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത്. ദൈവവചനത്തിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ കൺമുൻപിൽ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഒരാളെ കാണുമ്പോൾ ഒരു ആകർഷണീയത തോന്നുന്നു, എൻ്റെ ഭാര്യയാക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പോയി തിരഞ്ഞെടുക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രമേ ഉള്ളൂ. പിന്നെ നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ ജീവിതം പോകുന്നു. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കാരണം ശരിക്കും ഭൂമിയിൽ ഒരു സ്വർഗമായി തീരേണ്ടതാണ് കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് ദൈവഹിതപ്രകാരമുള്ള തലമുറകൾ ജനിക്കേണ്ടുന്നത്. ആ കുടുംബം ദൈവത്തെ സേവിക്കണം, ആ തലമുറകൾ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ സർവശക്തനായ ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ട് ഭൂമിയിൽ അവൻ്റെ മക്കൾ തെരഞ്ഞെടുക്കുന്ന പങ്കാളികൾ തൻ്റെ ഇഷ്ടത്താലാകണമെന്നുള്ള നിർബന്ധം ദൈവത്തിനുണ്ട്. പക്ഷെ പല സമയങ്ങളിലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, ഈ ചിന്താഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി തിരഞ്ഞെടുക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. പണ്ടൊക്കെ വർഷങ്ങൾ ജീവിക്കുമായിരുന്നു, ഇപ്പം മാസങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, കോൺട്രാക്ട് ബേസിൽ ജീവിക്കുന്നു, കോഹാബിറ്റേഷൻ, ലിവിങ് ടുഗദർ, അങ്ങനെയൊക്കെ മാറി.
പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വചനത്തിന്റെ അകത്ത് ഇതൊന്നുമില്ല. എന്നെ ഈ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ എന്നെ വിളിക്കാറുണ്ട്. അപ്പം അന്നേരം ഞാൻ പലരോടും നിങ്ങൾ ദൈവഹിത പ്രകാരമാണോ വിവാഹം കഴിച്ചതെന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം യോജിപ്പിക്കപ്പെടുന്ന അവരുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും ദൈവത്തിനൊരു ഉത്തരവാദിത്വം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ 7-8 വർഷം എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. എൻ്റെ വൈഫ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും കൃപയാൽ ദൈവിക സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കും. അപ്പം പല സമയങ്ങളിലും പലരുടെയും താല്പര്യവും തീരുമാനവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതാണ് വലിയ പരാജയത്തിലേക്ക് കലാശിക്കുന്നത്. ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ്. ഭൂമിയിലെ ആദ്യത്തെ ഒരു കുടുംബത്തെ സ്ഥാപിച്ചത് യഹോവയാം ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് തക്ക തുണയെ കൊടുക്കുമെന്ന് കണ്ട് ഇണയല്ല, ഒരു തുണയാണ് ദൈവം അവന് കൊടുത്തത്. അവൻ്റെ തന്നെ വാരിയലിൽ നിന്നെടുത്തിട്ടാണ് ഒരു സ്ത്രീയെ നിർമ്മിച്ച് കൂടെയാക്കിയത്. ശരിക്കും ദൈവമാണ് കുടുംബജീവിതത്തിന്റെ സ്ഥാപകൻ. വിവാഹം ഒരു പരിശുദ്ധമായ നിർമ്മലമായ ഒരവസ്ഥയായിട്ടാണ് വേദപുസ്തകം വിവാഹത്തെ പരിചയപ്പെടുത്തുന്നത്. കാരണം എബ്രായ ലേഖനത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ ഇല്ലേ. അപ്പം ശരിക്കും വിവാഹത്തെ മാന്യവും വിശുദ്ധവുമായ വിശുദ്ധ വിവാഹം എന്നാണ് പറയുന്നത്. ആ ഒരു നിലയിലാണ് ദൈവം ഇതിനെ വിശുദ്ധമായ ഒരു കാര്യമായിട്ടാണ് ദൈവം ഇതിനെ കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രാർത്ഥനയും ഒരു ഒരുക്കവും ഒരു സമർപ്പണവും ഒക്കെ ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം പ്രവാചകന്മാരെ വിളിച്ചു ചോദിച്ച് ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു ഒരുക്കം അതിന് ആവശ്യമാണ്. കാരണം ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ജീവിത പങ്കാളിയായാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളും തകർന്നുപോയ കുടുംബങ്ങളും ഉണ്ട്. ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞത് അന്യജാതിക്കാരായ സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകൾ ശലോമോന്റെ ഹൃദയത്തെ വശീകരിച്ച് മറ്റ് അവസ്ഥകളിലേക്ക് കൊണ്ടുപോയി എന്ന് ദൈവത്തിന്റെ വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിനെ ഭരിച്ച രാജാവിനെ ഏറ്റവും മോശക്കാരനാക്കിയത് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. നാബേൽ എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരി ആ ഇസബേൽ എന്ന് പറയുന്ന ആ ദുഷ്ട സ്ത്രീയായിരുന്നു. പിന്നീട് ആ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ്? ആഹാബ് പോയി, ഇസബേല് പോയി, മക്കളെല്ലാം പോയി, ആ കുടുംബം തകർന്ന് തരിപ്പണമായി തീർന്നു. അപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ, ഒരു തലമുറകൾ നിലനിൽക്കണമെങ്കിൽ അത് ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ആയിരിക്കണം. അത് സ്വന്തമായ തിരഞ്ഞെടുപ്പുകളിൽ, സ്വന്തമായ ഇഷ്ടങ്ങളിൽ മുൻപോട്ട് പോകുന്നിടത്തല്ല ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുഖവരയായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. പക്ഷെ 24-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, യഹോവ സകലത്തിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു വാക്യം 24-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ചേർത്ത് വെച്ചത്? ഈ 24-ാം അധ്യായം ഇസഹാക്കിന് വേണ്ടിയുള്ള വിവാഹാലോചനയുടെ കാര്യങ്ങളാണ്. പിന്നീട് ആ ഏലയാസ്ത്ര നടത്തുന്ന യാത്രകളും തുടർ സംഭവങ്ങളുമാണ്. പക്ഷെ 24-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ബാക്കിയുള്ള വാക്യങ്ങളുമായി ചേരാത്തതുപോലെ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇത് വെറുതെ കുറിച്ചു വെച്ചതല്ല. യഹോവ അബ്രഹാമിനെ സകലത്തിലും
അനുഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. അബ്രഹാം ദാസനായ ഏലയാസറിനോട് പറയുകയാണ്, ചുറ്റുപാടുമുള്ള കനാന്യ സ്ത്രീകളിൽ നിന്ന് എൻ്റെ മോന് ഒരു ഭാര്യയെ എടുക്കാതെ നീ ഒരു കാര്യം ചെയ്യുക, ഈ പറയുന്ന പദ്ദനരാമിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ പോവുക, അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ എടുക്കുക എന്നുള്ളതാണ്. ഈ പല സമയങ്ങളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി എന്ന് തോന്നുമ്പം പിന്നീട് നമുക്ക് തോന്നുന്ന വഴികളിൽ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ വിശ്വാസികളുടെ പിതാവിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിട്ടും ദൈവാശ്രയത്തോടെ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു തുണയെ ലഭിപ്പാൻ കാത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എത്രത്തോളം പ്രാർത്ഥിക്കണം, എത്രത്തോളം ഗൗരവമുള്ളവരായി തീരണമെന്നുള്ള ഒരു വലിയ ആത്മീക സന്ദേശമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇയ്യോബ് എന്ന് പറയുന്ന ദൈവഭക്തനെ കുറിച്ച് പറയുന്നത്, തൻ്റെ മക്കൾ പാപം ചെയ്തു പോയിരിക്കുമോ എന്ന് കരുതി അവർക്ക് വേണ്ടി യാഗം കഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം മാതാപിതാക്കൾ ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, മക്കൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ഒരുപക്ഷെ കുടുംബജീവിതത്തിന്റെ സമയമായില്ലെങ്കിൽ പോലും അവർ ദൈവഹിതപ്രകാരമുള്ള, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെയും ദൈവദാസന്മാരെയും ആത്മീക നേതൃത്വത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന, കീഴ്പ്പെടുന്ന നല്ല തലമുറകളായി വളർന്നു വരുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തുണകളെ ലഭിപ്പാൻ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? നാം തീർച്ചയായും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അങ്ങനെയുള്ള അതേ കുടുംബജീവിതം ദൈവം ഒരുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സകലത്തിലും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അബ്രഹാം പറയുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ കാഴ്ചപ്പാടാണ്, ഈ ചുറ്റുപാടുമുള്ള കനാന്യരിൽ നിന്ന് നീ ഭാര്യയെ എടുക്കരുതെന്നാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത്, തൻ്റെ ദാസനായ ഏലയാസറിനെ താൻ പറഞ്ഞു വിടുകയാണ്. ഏലയാസറിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഏലയാസർ പോകുമ്പോൾ, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഏലയാസർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവിടേക്ക് പോകുമ്പോൾ പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടുമോ? കാരണം ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്കാണ് ഇദ്ദേഹം യാത്ര ചെയ്തു പോകുന്നത്. 2, ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് ഏലയാസർ അബ്രഹാമിനോട് ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന വാക്കുകളാണ് 24:7 നമ്മൾ കാണുന്നത്. എന്താണ്? എന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നവൻ, ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരുമെന്ന് പറഞ്ഞ ദൈവം എൻ്റെ മകന് ഒരു ഭാര്യ എടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. നോക്കുക, ഈ ഒരു വാക്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ വാക്യത്തിന് അനുസൃതമായിട്ടാണ് നടന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ദീർഘനാളുകളായി വിവാഹം നടക്കാതിരുന്ന ഒരു സഹോദരൻ, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, ദൈവാത്മാവ് പല വിഷയങ്ങൾ വെളിപ്പെടുത്തി, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കൃപയാൽ ആ ബന്ധനങ്ങളെല്ലാം ദൈവം അഴിച്ച്, ആ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം മറുപടി തന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം തനിക്ക് കൊടുത്തു. ഒരാഴ്ച മുമ്പ് ആ കല്യാണം നടത്താൻ ദൈവം എന്നെയും സഹായിച്ചു. അടുത്ത ദിവസങ്ങളിലും ചർച്ചിലെ അടുത്ത ചില വിവാഹങ്ങൾ നടക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ വാക്യം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്വന്തമായി നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേദനകൾ വരുത്താം. എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ലെന്നല്ല. പക്ഷെ നമ്മുടെ എല്ലാ ഇഷ്ടത്തിനും മീതെ ദൈവേഷ്ടമാണ് നമ്മൾ നോക്കേണ്ടുന്നത്. നമ്മൾ സൗന്ദര്യവും പണവും പ്രതാപവും മാത്രം ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ നാം എത്തിച്ചേരുന്നത് വലിയ കുരുക്കുകളല്ലായിരിക്കും.
പിന്നീട് തീരാത്ത വേദനകളും തോരാത്ത കണ്ണുനീരുമായി ജീവിതകാലം ആ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടി വരും, അവരുടെ മാതാപിതാക്കന്മാർ കഴിക്കേണ്ടി വരും. കാരണം രണ്ട് വ്യക്തികളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് വ്യക്തികൾ, അവർ രണ്ടാത്മാക്കളാണ്. രണ്ടാത്മാക്കളെ യോജിപ്പിക്കുവാൻ ആത്മാക്കളുടെ ഉടയവന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ശരിക്കും രണ്ടുപേരെ യോജിപ്പിക്കേണ്ടുന്നത് ദൈവമാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, ആ ഒരു വാക്കുകൾ പറഞ്ഞതിന് ശേഷമാണ് അബ്രഹാം ഏലയാസറിനെ അയക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അടുത്തത്, നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 27:46 എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ റിബേക്ക ഇസഹാക്കിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു, അതുകൊണ്ട് ഈ ദേശക്കാരെ നീ വിവാഹം കഴിക്കരുത്. അത് റിബേക്കയാണ് പറയുന്നത്. ഓക്കെ, പോകട്ടെ, ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഏലയാസർ 10 ഒട്ടകങ്ങളെയും ചില വസ്തുവകകളും ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം യാത്ര ചെയ്ത് ആ പറയുന്ന പദ്ദനരാമിൽ എത്തുമ്പോൾ ഒരു കിണർ കാണുന്നു. ആ കിണറ്റിൽ നിന്ന് അദ്ദേഹം ഒരു അടയാളം വെച്ചു. പല സ്ത്രീകളും ആ കിണറ്റിൽ വരുന്നു വെള്ളം കോരാൻ. അപ്പൊ ഇദ്ദേഹം ഒരു അടയാളം വെച്ചു, ദൈവമേ, എനിക്കും വെള്ളം തരണം, എൻ്റെ ഒട്ടകത്തിനും വെള്ളം കൊടുക്കണം. നിസ്സാരമായ ഒരു കാര്യമല്ലത്. ഒട്ടകത്തിന്, ഇത്രയും ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് റിബേക്ക എവിടെ എത്തുന്നത്. ആ റിബേക്ക ഇദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ തന്നെ ചെയ്തു. ഇദ്ദേഹത്തിനും വെള്ളം കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം കൊടുത്തു. ഒന്ന് നോക്കിക്കേ, എത്ര വിശാലതയുള്ള, എത്ര തുറന്ന മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം ഒരുക്കിയത്. ഇന്നത്തെ കാലത്ത് പച്ചവെള്ളം പോലും കൊടുക്കാത്ത കാലഘട്ടങ്ങളിൽ ഇത്ര തുറന്ന മനസ്സുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ദൈവം ഒരുക്കി കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ പറഞ്ഞുവിട്ട ഒരു വാക്കുണ്ടായിരുന്നു, എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി പോകും. ശരിക്കും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ സ്വർഗത്തിലെ ദൈവം കുറിച്ചു വെച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തിന്റെ ആ ഒരു പ്രഖ്യാപനം, ആ ഒരു ദൈവാശ്രയത്തിന്റെ വാക്കുകൾ, ആ വാക്കുകളെയാണ് ദൈവം ഏറ്റെടുത്തത്. ഞാൻ പറയട്ടെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവന്ന് ഒരു ദൈവഹിതത്തിനായി, ഒരു തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ഈ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, തിരുഹിതപ്രകാരമുള്ള പങ്കാളികളെ ദൈവം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കും. അല്ല, എനിക്കൊരു തുണയെ കിട്ടണം, എനിക്കൊരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇതിൻ്റെ അകത്തുണ്ടാകാം. അങ്ങനെയുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ പറയാം, ഈ ഒരു വാക്യം നിങ്ങൾ എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, നമ്മുടെ ശരീരം കളങ്കപ്പെടുത്താതെ, നമ്മുടെ മനസ്സ് കളങ്കപ്പെടുത്താതെ ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയാം, ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും അത് വ്യാപരിക്കുവാൻ ഇടയായി തീരും. സ്വർഗത്തിലെ ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യം അതേ ഉറപ്പുള്ള കാര്യമാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. വളരെ വേഗം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഈ ഏലയാസർ ഈ പെൺകുട്ടിയോട് പറയുന്നു, ഈ പെൺകുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മൂടുപടമൊക്കെ ഇട്ടുകൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇസഹാക്ക് പോലും ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇന്നത്തെ കാലത്തെ പല ഇസഹാക്കന്മാരുടെയും കല്യാണം കഴിഞ്ഞിട്ടാണ് ദൈവദാസന്മാർ പോലും അറിയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ അതിലേക്കെങ്ങും പോകുന്നില്ല. അതൊന്നും നല്ലതല്ല.
എന്നെ അത്ഭുതപ്പെടുത്തിയത്, പ്രാർത്ഥിക്കുന്നവന്റെ മകൻ അപ്പം പറഞ്ഞത് കേട്ട് അനുസരിക്കാൻ തയ്യാറായി. നമ്മുടെ മക്കളെ ചിട്ടയായ ഒരു ആത്മീയ ജീവിതത്തിലും അച്ചടക്കത്തിലുമൊക്കെ നമ്മൾ വളർത്തി മുൻപോട്ട് പോയാൽ നാം എടുത്ത ഈ പുസ്തകത്തെ, അല്ലെങ്കിൽ നാം കൈക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ തലമുറകളും കൈക്കൊള്ളുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയരെ, ഞാനിവിടെ ഈ ഒരു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരുഹിതപ്രകാരമുള്ള തുണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് ദൈവം അത് കൊടുക്കാതിരിക്കില്ല. ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ കാലഘട്ടങ്ങളിലും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തമായ തിരഞ്ഞെടുപ്പുകളിൽ പോയിട്ട് അതനുഭവിക്കുന്നവരുമുണ്ട്. ദൈവത്തിന് ഉത്തരവാദിത്വം ഉള്ളത് ദൈവം പറയുന്നത് ചെയ്യുന്നിടത്താണ്. അതുകൊണ്ട് ദൈവം പറയുന്നതിനനുസൃതമായി ചുവടുകൾ വെക്കാം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.